എന്താ ചായ? അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതല്ലേ. ഇത്രപ്പ ഒരാഴ്ചയായില്ലേ. ബാംഗ്ലൂരാണെങ്കിൽ ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനില്ലാതെ അവിടെ ഒന്നും നടക്കൂല. ഇപ്പൊ അച്ഛനെ നോക്കാനും ആരെയും കിട്ടിയില്ലല്ലോ അമ്മേ. ഞാൻ എന്ത് ചെയ്യാൻ? ഇപ്പൊ തന്നെ എത്ര പേര് വന്നു. നിന്റെ അച്ഛന്റെ സ്വഭാവം കാണാൻ 2 ദിവസത്തിൽ കൂടുതൽ ഒരു മനുഷ്യരും നിൽക്കില്ല. എന്നാലാ ഈ കടയിൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ പുഷ്പനെ ഒന്നുകൂടെ അവൻ ആരെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ, നീ ഇപ്പൊ തന്നെ വിളി. മോളെ അമ്മയെ ഫോണെ ചെയ്തോളെ. ഹലോ. ആ മാമ, ഞാൻ സ്വാതിയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ ഒരുപാട് അന്വേഷിച്ചു ചേട്ടാ. അവിടെ ഈ ആണുങ്ങളെ നോക്കാൻ പാടാണ്. പക്ഷെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മുസ്ലിം കുട്ടിയാണ്. അത് മതിയോ? അത് ഞാൻ അമ്മേനെ കൊടുക്കാം. അമ്മേരെ കൊടു. ഹലോ മോനെ, പറയടാ. ചേച്ചി ഒരുപാട് അന്വേഷിച്ചു ചേച്ചി, പാടാണ് കേട്ടാ. ആണുങ്ങളെ കിട്ടാൻ ആണുങ്ങളെ നോക്കാൻ പാടാ. പിന്നെ പെൺകുട്ടി ഉണ്ട് കേട്ടോ, ഒരു മുസ്ലിം കുട്ടിയുണ്ടോ, അത് മതിയോ? എന്ത് മുസ്ലിമിനെന്ത്? എന്തായാലും വേണ്ട, നീ കൊണ്ടുപോവാ. മതിയാ? എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നോക്കും. പറ്റുമെങ്കിൽ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെ കൊണ്ടുവരാം. ആ കുട്ടിയെ വിളിച്ചിട്ടേ. മക്കളെ പൊക്കോങ്ങി ഇന്ന് തന്നെ വരാൻ പറ. ശരി ശരി, ഞാൻ ഇന്ന് തരാം. അയ്യോ അമ്മ, അച്ഛന് ചായ കൊടുത്തില്ല. പോയാന്ന് പിടിക്കുന്നോളെ. വയ്യെങ്കിലും ഭയങ്കര വെയിറ്റ് തന്നെ. നീ എന്തോ ചെയ്യും? പേടിക്കൊന്നും വേണ്ട, നമ്മുടെ വീട് തന്നെ. ചേച്ചി. പുഷ്പ മക്കളെ, വാ. മാമ. മാമ ചേച്ചി, ഞാൻ പറഞ്ഞ ആളിതാ. നീ കയറി വാ. ചേച്ചി പണ്ടത്തെ പോലെ നല്ല ആൾക്കാർക്കിട്ട് വലിയ പാടാ. ഇതെങ്കിലും അടങ്ങി നിൽക്കോടാ. അവളെ പാപ്പയുടെ വീട്ടിലെ കുട്ടിയാണ്, ആരും ഇല്ലേ ചേച്ചി. ചേച്ചി നല്ലൊരു നോക്കോളാം. എടാ പുഷ്പ, ഇത് എത്രാമത്തെ ആളാ മാറി മാറി? ഇദ്ദേഹത്തിന്റെ വാശിയുണ്ടല്ലേ? അറിയാം ചേച്ചി, ഒരു കാലത്ത് എങ്ങനെ ജീവിച്ച മനുഷ്യനാ, രാജാവിനെ പോലെ ജീവിച്ചല്ലേ. എടാ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും ഒന്ന് കണക്കിലെടുക്കണ്ടേ? എടാ നിനക്കറിയാമോ, ഇഷ്ടമില്ലാത്ത ആര് എന്ത് കൊടുത്താലും ഇങ്ങനെ മുഖത്ത് എന്നെ തൂക്കും. ചേച്ചി എന്തിനാ ചേച്ചി ജോലിക്കാരി? ചേച്ചിക്ക് നോക്കിക്കൂടെ? ചേച്ചിയുടെ ഭർത്താവല്ലേ? അയ്യോ എനിക്കറിയാം, പൊതു കാലത്ത് നീ ഇയാളാ തീട്ടോ മൂത്രോ ഉച്ചമക്കായി ചത്ത് കിട്ടിയാവില്ല. എന്താ നിന്റെ പേര്? ഞങ്ങൾ ഇനി തന്നെ പോവുകയാണ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം. നീ എവിടെയായിരുന്നു? നിനക്ക് പഠിത്തമൊന്നുമില്ലേ? നല്ല പഠിത്തം. ഇതാണ് അപ്പനെ നോക്കാൻ വന്നാണ്. നിനക്ക് കൂട്ടായില്ലേ? മുന്നോട്ട് നോക്കിയോ, നമ്മളാളാ. പേരെന്താ? നല്ല പേര്. എടാ പുഷ്പ, എന്നാ പിന്നെ ഞങ്ങൾ പോവാൻ റെഡിയാവട്ടാടാ. എനിക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. എന്നാ ശരി ചേച്ചി, ഇറങ്ങും. ഇവിടത്തെ കാര്യം എല്ലാം ആമിനെ നോക്കും.
ആ ശരി. അവരെ കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല. അവര് ബാംഗ്ലൂരിൽ പോവാ. ഇവിടത്തെ കാര്യമെല്ലാം നീ നോക്കണം. അപ്പോ ആ പാറു, നീ ഇറങ്ങിയാ? ഇനി എന്ന് വരുന്നു? ഓക്കേടാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ ഇറങ്ങുന്ന ചേച്ചി ഇറങ്ങുന്ന? ഞാൻ അളിയനെ കണ്ടില്ലല്ലോ. അളിയനെ കണ്ടില്ലല്ലോ. പറവാ അളിയ, എന്തുകൊണ്ട് സുഖം തന്നെ? എങ്ങനെയാണ്, കുറവുണ്ടോ? അളിയ ഇപ്പോഴത്തെ സാഹചര്യത്തില് ജോലിക്കാർ കിട്ടാൻ കുറവാണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതാ ആമനയുണ്ട്, ആരോഗ്യത്തെ കുട്ടിയാണ്. അവൾ നല്ല രീതിയിൽ നോക്കും. ചേട്ടന്റെ സ്വാദം കാണില്ലേ, അവിടെ എപ്പോഴും ദേഷ്യപ്പെടരുത്. അച്ഛൻ എങ്ങനെ വണ്ണം വെച്ചിരുന്ന ആളാണ്, ഇപ്പൊ അങ്ങ് ഉണങ്ങി പാതിയായല്ലേ മാമ? എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ തന്നെ മോളെ. കിടപ്പിലായി കഴിഞ്ഞാൽ എല്ലാവരും ഇത് തന്നെ. ആമനയുടെ അടുത്ത പ്രതീക്ഷ. ഓ, ഇനിയിപ്പൊ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇതിവിടെ കിടന്നങ്ങ് തീർന്നു പോവേ ഉള്ളൂ. ചായ കുടിക്കണ്ടേ? ഇന്നേക്ക് ചായ കുടിക്കാം. ചായ കുടിക്കേ, ചായ കുടിക്കേ. കിളവനെ ഞാൻ വെലിക്കെടുക്കും, എന്നിട്ട് ഈ ആമൻ ഇവിടുന്ന് പടി ഇറങ്ങും. അതാണ് സത്യം. കഞ്ഞി ഇച്ചിരി കുടിക്കാം. ചായയോ എന്റെ ദേഹത്ത് തുപ്പി. ഈ കഞ്ഞിയെങ്കിലും ഇച്ചിരി കുടിക്കരുത്. എന്തിനാ ഇങ്ങനെ എന്നോട് ഇത് കാണിക്കുന്നത്? നിങ്ങളുടെ പെണ്ണുമ്പള പറഞ്ഞിട്ട് പോയത് കേട്ടല്ലേ? അവർക്ക് നിങ്ങൾ ചത്ത് കിട്ടിയാ മതി. എനിക്കൊരു ആശ്രയം ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഞാൻ പാവല്ലേ. ഈ കഞ്ഞി ഒന്ന് കുടിക്കും. എന്തിനാ? നമുക്ക് ജാതി മതമൊന്നും ഇല്ല. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് മനസ്സ് വെച്ചാ മുന്നോട്ട് പോവാം. നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടും. ഇതാ ആമയുടെ കൈ കൊണ്ടരച്ച ചമ്മന്തിയാ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ആ, മിടുക്കൻ. അപ്പൊ ആമിന് പറഞ്ഞാലും കേക്കും. പയറൊക്കെ നടന്നല്ലേ, മിടുക്കനായിട്ടുണ്ട്. ശരി, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. ഇതേ കിളവാ, നിങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ എനിക്ക് തന്നെ എന്തോ വല്ലാണ്ട്. തലമുടിയൊക്കെ നരച്ച് കുഴച്ച്. ഞാനേ നിങ്ങളെ സുന്ദരനാക്കി തരട്ടെ. ഞാനൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട നിങ്ങളെ ഞാൻ നല്ല ഒരു സുന്ദര കുട്ടപ്പനാക്കും. നോക്കിക്കോ. ഇങ്ങോട്ട് അങ്ങനെ. അപ്പൊ അനുസരണ. ഗുഡ് ബോയ്. ഞാൻ ആരോടാ സംസാരിക്കുന്നേ? ഞാൻ വെറുതെ സംസാരിക്കാന്നല്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറയുന്നുണ്ടോ? എന്തിന്? ഞാൻ വെറുതെ വളാന്ന് കിടന്ന് അലയ്ക്കുക. എതൊക്കെ ഇപ്പൊ ഈ മുഖം നോക്കി ഒരു 30 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു മൊഞ്ചുള്ള ഒരു പെണ്ണുണ്ട്. ഒന്ന് ആലോചിക്കട്ടെ. കിളവന്റെ ചിരി കണ്ടില്ലേ അതൊക്കെ പറഞ്ഞപ്പോ? ആരാ? ആമിനയല്ലേ? അതെ, ഞാൻ കൃഷ്ണേട്ടന്റെ പെങ്ങളാ. ആ, അകത്തേക്ക് കേറുക. കൃഷ്ണനിപ്പോ നല്ല മാറ്റമുണ്ട് അല്ലേ? അതെ, ആമിനെ വന്നുകൊണ്ട് എല്ലാം മാറ്റിയെടുത്തു. ഇനി എനിക്ക് വിശ്വാസമുണ്ട് എന്റെ കൃഷ്ണേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. എന്തായാലും ആമിനെ സമ്മതിച്ചിരിക്കണം.
എന്തായാലും ഇത്ര നാളായി ആമിനല്ലാതെ ആരും ഇവിടെ ഇത്ര നിന്നിട്ടില്ല. ഇതെന്റെ ജോലിയല്ലേ ചേച്ചി? ചേട്ടാ നമുക്ക് പോവാം, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാറായി. ആ ശരിയാ. അളിയാ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഇനിയും വരാം. നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് ഒന്ന് കുട്ടപ്പനായി കുളിക്കാം. ഇങ്ങോട്ട് കൈയൊക്കെ ഇങ്ങോട്ടൊന്ന് നീട്ടിയേ. നിങ്ങളെന്താ എന്നോടൊന്നും മിണ്ടാത്ത മനുഷ്യ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും മിണ്ടിക്കൂടെ? ഇവിടെ വന്ന് നിങ്ങളൊന്നും പറയാതെ ഞാനും മിണ്ടാതിരുന്ന് ഊമയായി. എന്തെങ്കിലും ഒന്ന് പറ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. ഇങ്ങനെ കണ്ണു തള്ളി നോക്കിയിരിക്കാതെ. ഈ മനുഷ്യനൊന്നും മിണ്ടുന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എന്റെ തൊണ്ട പറയാനല്ലാതെ എന്താ പറയാനാ. എന്തായാലും ഈ ലുത്തപ്പയും കണ്ടിട്ട് എനിക്കൊന്ന് പ്രേമിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അത് പറഞ്ഞപ്പോ കടത്തവന്റെ ഒരു ചിരി കണ്ടില്ലേ? അതെ, സുഖിച്ചത് മതി. എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. ഇവിടെ കിടക്ക്. അതെ കൃഷ്ണേട്ടാ, കൃഷ്ണൻ എങ്ങനെ ഒരേ കിടപ്പ് കിടന്നാ മതിയോ? എണ്ണിച്ചൊക്കെ ഒന്നും നടക്കണ്ടേ? സാരമില്ല, കൃഷ്ണേട്ടൻ എണ്ണിപ്പിച്ച് നടത്തിയിട്ട് ഈ ആമിനെ പോകും. കൃഷ്ണന്റെ കാര്യം ഞാൻ അള്ളാഹിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ചക്കരയല്ലേ, ചിഞ്ചിരവന്റെ ചിരി കണ്ടില്ലേ? അതെ, മുടി വെട്ടാനേ ബാബുഷാപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടനെ കിടക്കാം. ഓക്കെ? ആരാ? ബാർബർ ഷോപ്പിലോട്ട് ഒരു കോൾ വന്നിരുന്നു. തലമുടി വെട്ടാൻ. അതെ. ഇതിന് മുമ്പ് ഒരു പ്രായമുള്ള ഒരാളാണല്ലോ വന്നത്. അതെന്റെ അച്ഛനായിരുന്നു. അച്ഛനിപ്പോ സുഖമില്ല, കിടപ്പിലാണ്. അപ്പൊ ഞാൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ ലീവിന് വന്നതാണ്. അപ്പൊ അർജന്റാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. കൃഷ്ണന്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിയത് സുന്ദര കുട്ടപ്പനാക്കി തരണം. ഓക്കെ ചേച്ചി ഒന്ന് ചേട്ടനെ പിരിക്കണമല്ലോ. പിടിക്കാം. നമുക്കൊന്ന് പുറത്തോട്ടുണ്ടോ ചേച്ചി? ചേച്ചി ഒരു പഴയ ബിൽഡിംഗ് എടുത്തുണ്ടാവും. അയ്യോ, കൃഷ്ണന്റെ ചായ കൊടുക്കുന്ന സമയം കഴിഞ്ഞു. ഞാൻ ചായ എടുക്കുന്നുണ്ട്.
കൃഷ്ണേട്ടാ, 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 എന്നെ എന്ത് കൃഷ്ണേട്ടാ വിളിച്ചേ? അങ്ങനെ ഒന്നുകൂടെ വിളിക്ക് കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എന്നെ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല. എന്റെ അമ്മ എന്നെ രക്ഷിച്ചു. എന്റെ കൃഷ്ണേട്ടന്റെ അസുഖമില്ല. കൃഷ്ണേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. എന്തിനാ കരയുന്നേ? കൃഷ്ണേട്ടാ, ഞാൻ വന്ന് ജോലി തീർന്നു. കൃഷ്ണേട്ടന്റെ അസുഖമൊക്കെ മാറി. ഇനി ചേച്ചി വരുമ്പോ കൃഷ്ണേട്ടൻ എന്നെ പറഞ്ഞു വിടുവോ? അവനാ, നീ വന്ന ജോലി കഴിഞ്ഞു, ഞാനൊക്കെ ഇനി പോകാം. എനിക്കാരുമില്ല കൃഷ്ണേട്ടാ. എടി വണ്ടി പെണ്ണെ, എന്നെ ഇത്രയും നാളും പരിചരിച്ച് എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിന്നെ എനിക്ക് വെറുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ കൃഷ്ണൻ ജീവിച്ചിരിക്കുമെങ്കിൽ എന്നോടൊപ്പം ആവനെ കാണും. അമ്മേ, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാമേ. ആരെയും കാണുന്നില്ല. ആമിന, കൃഷ്ണന്റെ അടുത്ത് കട്ടിലിൽ കിടക്കേണ്ടിയുള്ളൂ. നീ എന്താന്ന് വിചാരിച്ചി? ഇറങ്ങ്, ഈ നിമിഷം ഇറങ്ങണം. വേണ്ട, അങ്ങനെ ഇനി ഇവിടെ വേണ്ട. അതേടി മാറി. എടി, ജാതിക്കും മതത്തിനുമപ്പുറം പ്രായം പോലും നോക്കാതെ സ്നേഹിച്ചവളാണ്. നിനക്കറിയോ, എന്റെ ഈ അവസ്ഥയിലും എന്നെ പരിരക്ഷിച്ചവളാണ് എന്റെ യാമന. നിനക്ക് ഈ വീട്ടിൽ സ്ഥാനാവില്ല. ഇറങ്ങടി പുറത്ത്. ഇറങ്ങി പോടി. നീ അമ്മേ, അമ്മേ. അമ്മേ, എല്ലാവർക്കും ഒരു കടമയുണ്ട്. അമ്മയ്ക്ക് മാത്രം അതിന് കഴിയുന്നില്ല. ഇനി ഇവിടെ നിൽക്കണ്ട, അമ്മ എൻ്റെ കൂടെ വന്നോ ബാംഗ്ലൂർക്ക്. ഒരു കാലത്ത് നീ ഒന്ന് ഗുണം പിടിക്കില്ല. നീ അതൊന്ന് കേട്ട് പേടിക്കണ്ടേ. കൃഷ്ണൻ ജീവിക്കുമെങ്കിൽ നീ എന്നോടൊപ്പം കാണും.